കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇട്ടിരുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫിഷ് മസാല റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഫിഷ് മസാല ഉണ്ടാക്കാൻ ചെമ്മീനോ നല്ല നെയ്മീനോ എടുക്കാം. പക്ഷേ ചിലവർ ഇത് ഹാഫ് ഫ്രൈ ചെയ്തിട്ട് ഇടാറുണ്ട് കറിയിൽ. പക്ഷെ എനിക്ക് അതിനേക്കാളിലും ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്യാതെയാണ് ഫിഷ് മസാല ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഫിഷ് മസാലയാണ്. എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടു നോക്കണേ. ഇതാണ് നമ്മുടെ ഫിഷ് മസാല. ഫിഷ് മസാല വെക്കാൻ ഏറ്റവും നല്ലത് ചെമ്മീനോ അല്ലെങ്കിൽ നെയ്മീനോ ആണ്. ഞാനിവിടെ നെയ്മീനാണ് എടുത്തത്. തലേ ദിവസം തന്നെ മഞ്ഞളും മുളകും ഉപ്പും പുരട്ടി ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ്. ഇത്രയും വലിയ കഷ്ണങ്ങളാണ് എനിക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. ശരിക്കും നല്ല ക്യൂബ്സ് പോലുള്ള പീസാണ് ഫിഷ് മസാല വെക്കാൻ നല്ലത്. പിന്നെ ഇതിന് മുറിച്ച് ഷേപ്പ് മാറ്റണ്ടെന്ന് വിചാരിച്ചു. ഇനി വേണ്ടത് 2-3 തക്കാളിയാണ്. തക്കാളി അരിഞ്ഞ് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് ടൊമാറ്റോ പ്യൂറി ഉണ്ടാക്കിയെടുക്കണം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നുകിൽ ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. പിന്നെ പച്ചമുളക് 2-3 എരിവിനനുസരിച്ചിട്ട്, കുറച്ച് കറിവേപ്പില, ഒരു 10 ചെറിയ ഉള്ളിയെങ്കിലും എടുക്കണം. പിന്നെ 2 സവാള കൊത്തി അരിഞ്ഞത്. ഈ സവാള വേണ്ട, ഇത് ഞാൻ നെയ്ച്ചോറിന് വേണ്ടി മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് മീൻചട്ടി അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലോരോരോ ഗരം മസാലകളായിട്ട് ഇടാം. അധികം ഗരം മസാല ഒന്നും ഞാൻ ഇതിൽ ഇടുന്നില്ല, ബിക്കോസ് നെയ്ച്ചോറിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറുവപ്പട്ട ഇട്ടു, പിന്നെ ഒരു 3-4 ഗ്രാമ്പു ഇടുന്നുണ്ട്, ഒരു 2-3 ഏലക്കായ തോല് കളഞ്ഞിട്ട് അതും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ നമ്മൾ ഇടുകയാണ്. പച്ചമുളകും ഇഞ്ചിയും പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന്, അതിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടിട്ട് ശേഷം നമുക്ക് ജസ്റ്റ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്കിനി ഓരോരോ മസാലപ്പൊടികളായിട്ട് ഇടാൻ തുടങ്ങാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ഇടാൻ പോകുന്നത്. പിന്നെ ഒരു കശ്മീരി മുളക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഇടുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇടാം, അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. 1.25 to 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി പെരിഞ്ജീരകമാണ് ഇടുന്നത്. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണാണ് പെരിഞ്ജീരകം ഇട്ടിരിക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കസൂരി മേത്തി ഇട്ടു, ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ടു. നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഫിഷ് മസാലയ്ക്ക് കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ. ഒരുപാട് കൂടി പോകരുത്, കഴിക്കും. ഇനി ഗരം മസാലയാണ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് എല്ലാ മസാലകളും പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അത് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിനി കൊത്തി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി വാടാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണമെന്നില്ല, കരിഞ്ഞൊന്നും പോകണ്ട. ഒരു നന്നായിട്ട് എല്ലാ കളറും മിക്സായി, കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഓഫാക്കണ്ട. നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ഒഴിക്കുമ്പോൾ ആ ടൊമാറ്റോ പ്യൂരിയുടെ ജാറിലുള്ള കുറച്ച് ബാക്കിയുണ്ടല്ലോ, അതിൽ 2 ടേബിൾ സ്പൂൺ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, 2 ടേബിൾ സ്പൂൺ അതിൽ കലക്കി ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഒരുപാട് നേരം ഇരുന്ന് വറ്റിക്കേണ്ടി വരും. ഇനി ഇത് ചെറിയ ബർണറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തു. അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. എനിക്ക് പിന്നെ ഒരുപാട് വറ്റിച്ചെടുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ മതിയാക്കിയതാണ്. ഇത് കുറച്ചും കൂടെ വറ്റിക്കണം കേട്ടോ. എന്നാലും നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഉടയാതെ ഇട്ട് കൊടുക്കണം. കൈ വെച്ചുവാണെങ്കിൽ കൈ വെച്ചിട്ട് കൊടുക്കുക. എന്തായാലും ഇനി മീൻ വേവാനുള്ള വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഇനി വേണ്ട ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ 1/4 ഭാഗം, വളരെ കുറച്ച് ഞാൻ ഒഴിച്ചുള്ളൂ, ബിക്കോസ് തക്കാളി ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ. ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് അതും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും മീനിൻ്റെ ചാറൊക്കെ കുറുകുന്നത് വരെ അടച്ചു വെച്ചേക്കുക. തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചു. ഇനി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടാണെങ്കിലും മതി, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ഫിഷ് മസാലയാണ്. വീട് മുഴുവൻ ഫിഷ് മസാലയുടെ മണമാണ്. ഇതാ നെയ്ച്ചോറും ഫിഷ് മസാലയും കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഫിഷ് മസാലയുടെ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് മസാല തന്നെയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഈ പ്രാവശ്യം ക്രിസ്മസിന് നെയ്ച്ചോറും ഫിഷ് മസാലയെല്ലാം
ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. മെറി ക്രിസ്മസ്.